ഹലോ, വെൽക്കം ടു ഹോം ഗ്രോൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ ഗീ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായി നമ്മൾ ആദ്യം കശ്മീരി ചില്ലി ഒരു 6-7 നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതേ പാനിൽ തന്നെ ഒരു 6 സാധാരണ മുളകൊന്ന് റോസ്റ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, ഇതൊക്കെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്പൈസസിൻ്റെ മണമൊക്കെ നന്നായി അറിയുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. ഈ റോസ്റ്റ് ചെയ്ത് വെച്ച എല്ലാ സ്പൈസസും നമ്മൾ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതോടൊപ്പം തന്നെ ഒരു 2 കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ വെള്ളം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇത്ര മാത്രമല്ല ചേർക്കേണ്ടത്, നമ്മൾ അടിച്ചുകൊണ്ടും ചേർത്തുകൊണ്ടിരിക്കുക. ഒരു നല്ല തിക്ക് പേസ്റ്റ് ആകുന്നതുവരെ നമുക്ക് വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിക്ക് പേസ്റ്റ് ആകുന്നത് വരെ നമ്മൾ വെള്ളം ചേർക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ്ചർ അധികം വെള്ളം ഒഴിച്ച് ലൂസ് ആവാണ്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം നല്ലോണം ഒഴിക്കാൻ പാടില്ല, ഇതുപോലെ ഒരു തിക്ക് മിക്സ്ചറാണ് കിട്ടേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കേർഡ് ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഉപ്പൊന്ന് നോക്കി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അറ്റ്ലീസ്റ്റ് 40 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ചിക്കന് 40 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മൾ വേറൊരു പാനിൽ ഒരു 1/4 കപ്പ് നെയ്യ് ചേർക്കാം. അപ്പോൾ നെയ്യ് നന്നായി ചൂടായതിനു ശേഷം ഒരു 2 ചെറുതായി അരിഞ്ഞ സവാള ചേർത്തെടുക്കാം. ഇതിൻ്റെ നിറം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ടിത് തിളക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തെടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 40-45 മിനിറ്റ് ചിക്കന് വേവിക്കാനായി വെക്കാം. എന്നിട്ട് അവസാനം 2 ചെറിയ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാനാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനും അതുപോലെ ചിക്കൻ വേവിക്കാൻ മാത്രമാണ് സമയം എടുക്കുന്നത്. സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത്. ഇത് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക്